ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും നമസ്കാരം. ഇന്ന് ബലിപീഠത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് മതസ്ഥർക്കും കൂടി വേണ്ടിയാണ്. മറ്റു മതസ്ഥരും ക്രിസ്തീയ ദേവാലയങ്ങളിൽ വരാറുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന ഒരു വലിയ മേശ, അത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു കാണും. അത് എന്താണ്, എന്തിനാണ്, എന്താണ് അതിന്റെ ചരിത്രം എന്നൊക്കെ അറിയുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം ചെയ്യുന്നത്. നാം ക്രൈസ്തവ സഭകളിലെ ദേവാലയങ്ങളിലെ പ്രധാനമായ അൾത്താരയെ പറ്റിയാണ് അറിയുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും നമസ്കാരം. ക്രിസ്ത്യാനിക്ക് ബലിപീഠം ഒരു മേശ മാത്രമല്ല, ക്രിസ്തുവിന്റെ ബലിയുടെ ഓർമ്മയും കല്ലറയുടെ നിശബ്ദതയും ഉയിർപ്പിന്റെ പ്രത്യാശയും ഒരുമിച്ച് ഓർമ്മിപ്പിക്കുന്ന വിശുദ്ധ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക ലിറ്റർജിക്കൽ പാരമ്പര്യത്തിൽ ബലിപീഠത്തിന് ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ കല്ലറയെയും പ്രതിനിധീകരിക്കുന്ന പ്രതീകാത്മക അർത്ഥമുണ്ട്. പക്ഷേ എല്ലാ പള്ളികളിലും ഓൾട്ടർ ഈശോയുടെ കല്ലറ എന്ന് പറയുന്നത് കുറച്ച് ലളിതീകരണമാകും. ബലിപീഠം ക്രിസ്തുവിന്റെ കല്ലറയുടെ പ്രതീകമാണ്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ബലിപീഠത്തിന് ഒന്നിലധികം പ്രതീകാത്മക അർത്ഥങ്ങളുണ്ട്. അത് ക്രിസ്തു തന്നെയാണ്, ക്രിസ്തുവിന്റെ ബലിയാണ്, ക്രിസ്തുവിന്റെ കല്ലറയാണ്, ഉയിർപ്പിന്റെ പ്രത്യാശയാണ്. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഓട്ടറിൽ സ്ഥാപിക്കുന്ന പാരമ്പര്യമുണ്ടെങ്കിൽ രക്തസാക്ഷികളുടെ കല്ലറകളുമായി ഓൾട്ടറിന് ബന്ധവും പ്രകടമാക്കുന്നുണ്ട്. ഇതിൽ വളരെ മനോഹരമായ ഒരു തിയോളജിക്കൽ കണക്ഷൻ ഉണ്ട്. കുരിശ്, കല്ലറ, ഉയിർപ്പ്, വിശുദ്ധ കുർബാന ഒരു ബലിപീഠമാണ്. ക്രിസ്തുവിനെ ബലിയർപ്പിച്ചത് ആ കുരിശിലാണ്, കുരിശാകുന്ന ബലിപീഠത്തിലാണ്. ഇനി കല്ലറ, കല്ലറയിൽ ക്രിസ്തു സംസ്കരിക്കപ്പെട്ടു. ഉയിർപ്പ്, ക്രിസ്തുവിന്റെ ഉയിർപ്പ് മനുഷ്യവർഗത്തിന്റെ തന്നെ പ്രതീക്ഷയാണ്. കല്ലറ ക്രിസ്തു സംസ്കരിക്കപ്പെട്ട ഇടമാണ്. അതുകൊണ്ട് തന്നെ ബലിപീഠവും ക്രിസ്തുവിന്റെ കല്ലറയാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടു കാണും, ബലിപീഠത്തിനകത്ത് ക്രിസ്തുവിന്റെ തിരുശരീരം അടക്കം ചെയ്തതുപോലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചില ബലിപീഠത്തിൽ ഗ്ലാസ് കൊണ്ടായിരിക്കും അതിന്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ക്രിസ്തുവിന്റെ തിരുശരീരം നമ്മൾക്ക് കാണാൻ സാധിക്കും. അതല്ല എങ്കിൽ ചില സ്ഥലങ്ങളിൽ ക്രിസ്തുവിന്റെ തിരുശരീരത്തിന്റെ കൊത്തുപണികൾ ചെയ്തു വച്ചിരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ കല്ലറ ബലിപീഠമാണ്. ബലിപീഠത്തെ കല്ലറയോടും നമുക്ക് കാണിക്കാം. ഉയിർപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യാശയാണ്. യേശുക്രിസ്തു മരിച്ച് 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റു എന്നുള്ളത് മനുഷ്യവർഗത്തിന്റെ തന്നെ പ്രതീക്ഷയാണ്. ബലിപീഠം നമുക്ക് തരുന്ന പ്രതീകം ഉയിർപ്പിന്റെ പ്രത്യാശയാണ്. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ബലിപീഠത്തിലാണ്. ഇതാണ് കുരിശ്, കല്ലറ, ഉയിർപ്പ്, പരിശുദ്ധ കുർബാന എന്നത്. ക്രിസ്തുവിന്റെ മരണം മാത്രമല്ല, ഉയിർപ്പും യൂക്യാരിസ്റ്റിന്റെ രഹസ്യത്തിൽ ഉൾക്കൊള്ളപ്പെടുന്നു. അതുകൊണ്ട് ഓൾട്ടറിനെ വെറും ബലിയർപ്പിക്കുന്ന മേശ എന്ന് മാത്രം കാണാതെ ക്രിസ്തുവിന്റെ സാന്നിധ്യവും ബലിയും ഉയിർപ്പിന്റെ പ്രത്യാശയും ഓർമ്മിപ്പിക്കുന്ന വിശുദ്ധ സ്ഥലം എന്ന നിലയിലും മനസ്സിലാക്കാം. ആദ്യകാലത്ത് രക്തസാക്ഷികളുടെ കല്ലറയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ സമീപം യൂക്യാരിസ്റ്റ് അർപ്പിച്ചിരുന്ന പാരമ്പര്യം പിന്നീട് ഓൾട്ടറിലുള്ള തിരുശേഷിപ്പിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടു വന്നു. അതേസമയം ഓൾട്ടർ, അതായത് ക്രിസ്തുവിന്റെ കല്ലറ എന്നത് പ്രധാനമായും ഒരു ലിറ്റർജിക്കൽ തിയോളജിക്കൽ സിംബോളിസം ആണ്. ആദ്യ നൂറ്റാണ്ടിലെ എല്ലാ ഓൾട്ടറുകളും യഥാർത്ഥത്തിൽ ഒരു ശവകുടീരത്തിന്റെ മാതൃകയിൽ ആയിരുന്നില്ല. ആദ്യ ക്രൈസ്തവർക്ക് ഇന്നത്തെ പോലെ വലിയ കല്ലുകൊണ്ടുള്ള അൾത്താര ഉണ്ടായിരുന്നോ? അവരെവിടെയാണ് പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്? ബലിപീഠത്തെ പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ പ്രതീകം എന്താണ്?
ഇതൊക്കെ നമുക്കൊന്നറിയാം. ചരിത്രത്തിൽ ഓൾട്ടറുകളെ രൂപം, ഉപയോഗം, സ്ഥാനം, ഘടന എന്നിവയനുസരിച്ച് വിവരിക്കാം. ആദ്യകാലത്ത് വീടുകളിലായിരുന്നു ആരാധന. ക്രൈസ്തവരുടെ ആദ്യ തലമുറയ്ക്ക് ഇന്നത്തെ പോലെയുള്ള വലിയ പള്ളികൾ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവർ പലപ്പോഴും വീടുകളിലും സ്വകാര്യ സ്ഥലങ്ങളിലും ഒന്നിച്ചു കൂടിയിരുന്നു. അപ്പോഴത്തെ യുക്കാരിസ്റ്റ് സെലിബ്രേഷൻസിനായി ഉപയോഗിച്ചിരുന്ന മേശയുടെ രൂപം ഇന്നത്തെ സ്ഥിരമായ കല്ല് അൾത്താരയേക്കാളും ലളിതമായിരിക്കും. അതുകൊണ്ട് ആദ്യകാല ക്രൈസ്തവ ബലിപീഠത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ ദിവസം മുതൽ എല്ലായിടത്തും ഒരേ മാതൃകയിലുള്ള കല്ല് അൾത്താര ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആദ്യകാലങ്ങളിൽ എന്ന് പറയുമ്പോൾ വളരെ പുരാതനമായ കാലങ്ങളല്ലാതെ ഒരു അതായത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തിനും കുറച്ച് മുൻപ് വരെയും പോലും പല സ്ഥലങ്ങളിലും വീടുകളിൽ ബലിയർപ്പിച്ചിരുന്നു. പാലക്കാട് ഞങ്ങളുടെയൊക്കെ നാട്ടില് കുർബാന ഇല്ലാതിരുന്ന ഉൾപ്രദേശങ്ങളിൽ വീടുകളിൽ കുർബാന നടത്തിയിരുന്നു. പള്ളി ഇല്ലാത്ത സ്ഥലങ്ങൾ, അച്ഛന്മാർ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം അതായത് എൻ്റെ ചേച്ചിയെ കെട്ടിച്ചിരുന്ന വീട് അടിപ്പരണ്ട എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. ആ പ്രദേശവാസികൾക്ക് എല്ലാവർക്കും ബലിയർപ്പിക്കാൻ സൗകര്യത്തിന് അവരുടെ വീട്ടിലെ ഒരു വലിയ മുറിയിൽ അച്ഛൻ വരികയും കുർബാന ചൊല്ലുകയും ചെയ്തിരുന്നു. ഇനി അടുത്തത് മേശ പോലെയുള്ള ബലിപീഠത്തെക്കുറിച്ച്. ആദ്യകാല ക്രൈസ്തവ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങളിൽ ഒന്ന് ടേബിൾ ഓൾട്ടർ. അത് ഒരു മേശ പോലെയുള്ള ഘടനയായിരുന്നു. ഇത് അന്ത്യ അത്താഴം, അതെ യൂക്കാരിസ്റ്റ്, ക്രൈസ്തവ ആരാധന, ഇങ്ങനെ ബന്ധങ്ങളാണ് വരുന്നത്. ആദ്യകാല ക്രൈസ്തവ സമൂഹങ്ങളിൽ യൂക്കാരിസ്റ്റ് സെലിബ്രേഷൻ നടന്ന സ്ഥലത്തിനനുസരിച്ച് മേശയുടെ രൂപവും വസ്തുക്കളും മാറിയിരുന്നു. മരം പോലെയുള്ള വസ്തുക്കളും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇനി കല്ല് കൊണ്ടുള്ള ബലിപീഠങ്ങൾ. ക്രൈസ്തവ സമൂഹങ്ങൾ വളരുകയും പൊതുവായി ആരാധനാലയങ്ങൾ രൂപപ്പെടുകയും ചെയ്തപ്പോൾ കല്ലുകൊണ്ടുള്ള ഓൾട്ടർ കൂടുതൽ സാധാരണമായി. റോമൻ സാമ്രാജ്യത്തിൽ ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങൾ അവസാനിക്കുകയും 4-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ ആരാധനയ്ക്ക് വലിയ പൊതുസ്ഥലങ്ങളെ ലഭിക്കുകയും ചെയ്തതോടെ ബസിലിക്കകൾ രൂപപ്പെട്ടു. ഇവിടെ ഓൾട്ടർ കൂടുതൽ സ്ഥിരമായ ഒരു ലിറ്റർജിക്കൽ ഘടകമായി മാറി. അടുത്തതായിട്ട് മാർട്ടിയേഴ്സ് ടോംബ് ഓൾട്ടർ, അതായത് രക്തസാക്ഷികളുടെ കല്ലറയുമായി ബന്ധപ്പെട്ട അൾത്താര. ഇതാണ് ആദ്യകാല ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ ഭാഗം. ചില സ്ഥലങ്ങളിൽ യൂക്കാരിസ്റ്റ് ഓൾട്ടർ രക്തസാക്ഷികളുടെ കല്ലറയുമായി ബന്ധപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടു. എന്തുകൊണ്ട്? നമുക്ക് നോക്കാം. ആദ്യ ക്രൈസ്തവർ രക്തസാക്ഷികളെ വളരെ ആദരിച്ചിരുന്നു. അവർ ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകിയവരായിരുന്നു. അതുകൊണ്ട് അവരുടെ ശവകുടീരത്തിന് സമീപം യൂക്കാരിസ്റ്റ് അർപ്പിക്കുന്ന പാരമ്പര്യം വളർന്നു വന്നു. പിന്നീട് ചില പള്ളികളിലെ ഓൾട്ടറുകളിൽ രക്തസാക്ഷികളുടെ തിരുശേഷിപ്പ് ഉൾപ്പെടുത്തുന്ന പതിവും രൂപപ്പെട്ടു. ഇന്നും കത്തോലിക്ക പാരമ്പര്യത്തിൽ ഓൾട്ടറിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുന്ന പാരമ്പര്യത്തിന് ഇതുമായി ചരിത്രപരമായ ബന്ധമുണ്ട്. ഇന്നും പുതിയ പള്ളികൾ പണിയുമ്പോൾ അതിൻ്റെ ബേസ്മെന്റിൽ തിരുശേഷിപ്പ് വെക്കാറുണ്ട്. അല്ലെങ്കിൽ അൾത്താരയുടെ അടിയിലായി അത് പണിയുന്നതിന് മുൻപായി തിരുശേഷിപ്പ് വെച്ചിട്ടാണ് അത് തുടങ്ങുന്നത്. ഇനി കാറ്റക്കോംബ് ഓൾട്ടർ. റോമിലെ കാറ്റക്കോംസ് ആദ്യകാല ക്രൈസ്തവരുടെ ചരിത്രത്തിലെ പ്രധാന സാക്ഷ്യങ്ങളാണ്. പീഡനകാലത്ത് ക്രൈസ്തവർ ഭൂഗർഭ ശവകുടീര സമുച്ചയങ്ങളിൽ സംസ്കാരങ്ങൾ നടത്തുകയും ചില അവസരങ്ങളിൽ ആരാധനകൾ നടത്തുകയും ചെയ്തു. ചില കാറ്റക്കോംബ് സ്ഥലങ്ങളിൽ ശവകുടീരവുമായി ബന്ധപ്പെട്ട് യുക്കാരിസ്റ്റിക് സെലിബ്രേഷനുള്ള ഓൾട്ടർ ലൈക്ക് സ്ട്രക്ചറുകൾ കാണാം. കാറ്റക്കോംബ് എന്നാൽ ശവകുടീരം, ഭൂഗർഭ ശവകുടീരത്തെയാണ് കാറ്റക്കോംബ് എന്ന് പറയുന്നത്. റോമിലെ എല്ലാ കാറ്റക്കോംബുകളിലും ക്രൈസ്തവർ രഹസ്യമായി ഒളിച്ചിരുന്ന് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന നടത്തി. കാറ്റക്കോംസ് പ്രധാനമായിട്ടും ശവസംസ്കാരത്തിനുള്ള സ്ഥലങ്ങളായിരുന്നു. ഇനി അടുത്തത് ബസിലിക്ക ഓൾട്ടർ. 4-ാം നൂറ്റാണ്ടോടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, കോൺസ്റ്റന്റൈൻ കാലഘട്ടത്തിന് ശേഷം ക്രൈസ്തവ ആരാധനാലയങ്ങൾ വലിയ രീതിയിൽ വികസിച്ചു. ഇപ്പൊ നമുക്ക് പരിചിതമായ ബസിലിക്ക രൂപത്തിലുള്ള പള്ളികളൊക്കെ വളർന്നു വന്നു. ഇവയിൽ ഓൾട്ടർ സാധാരണയായി സഭയുടെ കിഴക്കൻ ഭാഗത്ത്
ആപ്സിന് സമീപം സ്ഥാപിക്കപ്പെട്ടു. ഇതോടെ ഓൾട്ടർ സഭയുടെ ലിറ്റർജിക്കൽ കേന്ദ്രം. ഇനി ഇന്നത്തെ ഓൾട്ടർ എങ്ങനെയായി? കുറെ കാലം കഴിഞ്ഞപ്പോൾ ഓൾട്ടർ കൂടുതൽ ശില്പ സൗന്ദര്യമുള്ളതായി ഭംഗിയാക്കി. റൊമാനസ് കാലം, ഗോത്തിക് കാലം, പിന്നീട് റിനൈസൻസ്, ബറോക്ക് കാലഘട്ടങ്ങളിൽ വന്നു. റൊമാനസ്ക്, ഗോത്തിക് എന്നൊക്കെ പറയുന്നത് ആ പള്ളിയുടെ രൂപകൽപ്പന അനുസരിച്ച്, അതിൻ്റെ ഭംഗിയും രൂപകൽപ്പനയും ഷേപ്പും ഒക്കെ അനുസരിച്ച് വരുന്ന സ്റ്റൈല്, അതിനുള്ള പേര് ഇപ്പൊ പറഞ്ഞ റൊമാനസ്ക്, ഗോത്തിക് എന്നുള്ളതെല്ലാം. ഇതിനെക്കുറിച്ച് വിശദമായി ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സംശയങ്ങളെല്ലാം അത് കാണുമ്പോൾ നമുക്ക് മാറുന്നതായിരിക്കും. അത് ഈ പേരിൽ തന്നെയാണ്, ഗോത്തിക് എന്നൊക്കെ പേരിൽ തന്നെയാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓരോ കാലഘട്ടവും ഓൾട്ടറിന്റെ രൂപത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് ടബർനാക്കിൾ, കുരിശ്, കാൻഡിൽസ്, റീറ്റേബിൾ തുടങ്ങിയ ഘടകങ്ങൾ ഓൾട്ടർ പ്രദേശവുമായി ബന്ധപ്പെട്ട് വികസിച്ചു. അങ്ങനെ ഇന്ന് നാം കാണുന്ന ഓൾട്ടർ രൂപത്തിലേക്ക് ക്രമേണ എത്തി. ടബർനാക്കിളിനെ പറ്റി വിശദമായി മറ്റൊരു വീഡിയോ തരാം. ടബർനാക്കിളിനെ സിറിയൻ പറയുന്നത് കുസ്തോദിയ എന്നും ലത്തീനിൽ പറയുന്നത് സക്രാരി എന്നുമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സത്യം, ക്രൈസ്തവ ഓൾട്ടറിന്റെ ചരിത്രം ഒരു ദിവസം കൊണ്ട് രൂപപ്പെട്ടതല്ല എന്നുള്ളതാണ്. അന്ത്യ അത്താഴത്തിലെ മേശയുടെ ഓർമ്മ, ആദ്യകാല ക്രൈസ്തവരുടെ യൂക്കാരിസ്റ്റ് ഗ്യാതറിങ്സ്, വീടുകളിലെ ആരാധന, ക്രൈസ്തവ രക്തസാക്ഷികളുടെ കല്ലറകളുമായി ബന്ധപ്പെട്ട യൂക്കാരിസ്റ്റ്, സ്ഥിരമായ കല്ല് ഓൾട്ടർ, റോമൻ ബസിലിക്ക, മധ്യകാല ഓൾട്ടർ, അങ്ങനെ വന്ന് ഇന്നത്തെ ഓൾട്ടറിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതാണ് അതിന്റെ പൊതുവായ ചരിത്ര വികസനം. ഇന്ന് ഒരു പള്ളിയിലെ ഓൾട്ടറിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെറും ഒരു കല്ലോ മേശയോ അല്ല. ഏകദേശം 2000 വർഷത്തെ ക്രൈസ്തവ ആരാധനയുടെ ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. അന്ത്യത്താഴത്തിന്റെ മേശയിൽ നിന്ന് തുടങ്ങി ആദ്യ ക്രൈസ്തവരുടെ വീടുകളിലേക്ക് പോയി, രക്തസാക്ഷികളുടെ കല്ലറകൾ വഴി റോമൻ ബസിലിക്കകളിലേക്ക് എത്തി, അവിടെ നിന്ന് ഇന്ന് നാം കാണുന്ന ഓൾട്ടറുകളിലേക്ക് വന്നിരിക്കുകയാണ്. ക്രൈസ്തവ ഓൾട്ടറിന്റെ ചരിത്രം ക്രൈസ്തവ ആരാധനയുടെ തന്നെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. അതിനാൽ അടുത്ത തവണ ഒരു പള്ളിയിൽ കയറി ഓൾട്ടർ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ചോദ്യം ചോദിക്കാം, ഇത് എപ്പോൾ മുതൽ ഇങ്ങനെ ആയി? അതിന്റെ ഉത്തരത്തിലേക്കാണ് നാം വരുന്നത്. അന്ത്യ അത്താഴം മുതൽ ഇന്നത്തെ വിശുദ്ധ കുർബാന വരെ നീളുന്ന 2000 വർഷത്തെ ചരിത്രത്തിലേക്കാണ്. കത്തോലിക്ക സഭയിൽ ഒരു ദേവാലയത്തിന്റെ ഏറ്റവും വിശുദ്ധവും പ്രധാനപ്പെട്ടതുമായ ഭാഗമാണ് ബലിപീഠം, അതായത് ഓൾട്ടർ അല്ലെങ്കിൽ അൾത്താര. ദേവാലയത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ബലിപീഠത്തെയാണ്. വെറും ഒരു മേശ എന്നതിനപ്പുറം വലിയ ആത്മീയവും ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങളാണ് സഭ ബലിപീഠത്തിന് നൽകിയിരിക്കുന്നത്. ബലിപീഠത്തിന്റെ പ്രാധാന്യവും അതിന്റെ പ്രത്യേകതകളും നമുക്ക് നോക്കാം. ബലിപീഠത്തിന്റെ ത്രിവിധ അർത്ഥങ്ങൾ, അതായത് 3 മീനിങ്സ്. കത്തോലിക്ക സഭയുടെ പഠന പ്രകാരം ബലിപീഠം ഒരേ സമയം 3 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ പ്രതീകം, അതായത് ബലിപീഠം എന്നത് യേശു ക്രിസ്തുവിന്റെ തന്നെ പ്രതീകമാണ്. അതുകൊണ്ടാണ് കുർബാന തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും വൈദികൻ ബലിപീഠത്തെ വണങ്ങുകയും ചുംബിക്കുകയും ചെയ്യുന്നത്. കാൽവരിമല, അതായത് ബലിവേദി, യേശു ക്രിസ്തു ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച കാൽവരിമലയുടെ പ്രതീകമാണ് ബലിപീഠം. ഇവിടെയാണ് കുർബാനയിലൂടെ യേശു ക്രിസ്തുവിന്റെ ബലി വീണ്ടും അർപ്പിക്കപ്പെടുന്നത്. കർത്താവിന്റെ അത്താഴ മേശ, ദ യൂക്കാരിസ്റ്റ് ടേബിൾ, യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനമായി അത്താഴം കഴിക്കുകയും വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്ത മേശയുടെ പ്രതീകം കൂടിയാണിത്. അതുകൊണ്ടാണ് ഇതിനെ കൂട്ടായ്മയുടെ മേശ എന്നും വിളിക്കുന്നത്. ബലിപീഠത്തിന്റെ ഘടനയും നിയമങ്ങളും, അതായത് സ്ട്രക്ചർ ആൻഡ് ലോസ്. ബലിപീഠം നിർമ്മിക്കുന്നതിനും രൂപകൽപ്പന ചെയ്യുന്നതിനും സഭയ്ക്ക് കൃത്യമായ കാനോൻ നിയമങ്ങളുണ്ട്. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് പ്രധാന ബലിപീഠം, അതായത് ഫിക്സഡ് ഓൾട്ടർ, കല്ലല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ട് നിർമ്മിക്കുന്നതാണ് ഏറ്റവും ഉചിതം. യേശു ക്രിസ്തുവാണ് സഭയുടെ മൂലക്കല്ല് എന്ന് കാണിക്കാനാണിത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മറ്റ് ദൃഢമായ ഉറപ്പുള്ള വസ്തുക്കൾ, മരം പോലുള്ളവയും അനുവദിക്കാറുണ്ട്. പ്രധാന ബലിപീഠം
പള്ളിയുടെ തറയുമായി ഉറപ്പിച്ച് നിർത്തിയതായിരിക്കണം. അതായത് ഫിക്സ് ചെയ്തായിരിക്കണം, ഫിക്സഡ് ആണ്. അത് എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കാൻ പാടുള്ളത് അല്ല. തിരുശേഷി പക്ഷേ ഇപ്പോ അത് ഫിക്സഡ് അല്ലാതെയും ബലിപീഠങ്ങൾ നിർമ്മിക്കാറുണ്ട്. നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുപോലെ പള്ളി കൂദാശ ചെയ്യുന്ന സമയത്ത് ബലിപീഠത്തിന്റെ അടിയിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുന്ന പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ബലിപീഠത്തിലെ അലങ്കാരവും ബഹുമാനവും, അതായത് വെളുത്ത വസ്ത്രം, ഓൾട്ടറിന്റെ ക്ലോത്ത്, കുർബാന അർപ്പിക്കുമ്പോൾ ബലിപീഠത്തിന് മുകളിൽ വെളുത്ത ലിനൻ തുണി വിരിച്ചിരിക്കണം. ഇത് ക്രിസ്തുവിന്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന ശവക്കച്ചയെ ഓർമ്മിപ്പിക്കുന്നു. മെഴുകുതിരികളും കുരിശും ബലിപീഠത്തിന് മുകളിലോ അതിനടുത്തോ ക്രൂശിത രൂപം, അത് പ്രകാശത്തിന്റെ പ്രതീകമായി മെഴുകുതിരികളും ഉണ്ടായിരിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് ആവശ്യമുള്ള വസ്തുക്കള് കാസ, പീലാസ, ബൈബിള് അല്ലാതെ മറ്റ് യാതൊരു സാധനങ്ങളും, അതായത് നോട്ടീസുകളോ ബാഗ് അങ്ങനത്തെ ഒന്നും തന്നെ ബലിപീഠത്തിന് മുകളിൽ വെക്കാൻ പാടുള്ളതല്ല. പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന, സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന അതീവ വിശുദ്ധമായ വേദിയാണ് കത്തോലിക്ക സഭയ്ക്ക് ബലിപീഠം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.